പതിവ് പോലെ തന്നെ രാവിലെ ജീപ്പ് എത്തി. ഇനി പോകാനുള്ള ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഹലോ ഗായ്സ്, നമ്മളെങ്ങോട്ടാ? കൺഫേം ഉറപ്പിച്ചോ? അവനെന്തി ഒരുത്തിനോട് വരാൻ, മറ്റവനെന്തി താമസോടാ ഇതിനൊക്കെ ചുമ്മാ കുളിച്ച്. അങ്ങനെ 4 പേരെത്തി. ഇനി അവൻ നേരെ ഡീസൽ അടിക്കാൻ പോകാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി ഒരാളോടെ വന്നാൽ മതി, അവനെ വീട്ടിൽ പോയി വിളിക്കാന്ന് പറഞ്ഞു. വണ്ടി പോയി ഡീസൽ അടിച്ചിട്ട് എത്തി കേട്ടോ. അങ്ങനെ ഒരുത്തിനെ കൂടെ വിളിക്കാനുള്ള പോക്കായി. അവിടുന്ന് നേരെ ഉറുമ്പിക്കര പോകാന്നാ പറഞ്ഞേക്കുന്നേ. പിന്നെ നമ്മുടെ കാര്യം വേണ്ട എന്താവോ എന്തോ. അങ്ങനെ നമ്മൾ നോക്കി ഇന്ന് 5-ാമത്തവന് ഇത് തിരിച്ച് കളിച്ച് ഇറങ്ങി വരുന്നുണ്ട്. അവസാനം ഉറുമ്പിക്കര തന്നെ ഉറപ്പിച്ചു. വേറെ മാറ്റങ്ങളൊന്നുമില്ല, നേരെ ഉറുമ്പിക്കരയ്ക്ക് പോയേക്കാന്ന് വെച്ചു. ഇവിടെ പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഉടനെയൊക്കെ തീരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പഴയ പാലം വഴിയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ അളിയൻ്റെ ചായക്കടയിലെത്തി കേട്ടോ. ഇതാണ് ഉറുമ്പിക്കരയ്ക്ക് മുമ്പുള്ള ലാസ്റ്റ് കട. ഇവിടെ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് അവിടുന്ന് ഒരു നാരങ്ങാവെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കടയ്ക്കകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല ചൂട് വടകൾ ഉണ്ടാക്കുന്ന കണ്ടത്. പിന്നെ ഒരു നാരങ്ങാവെള്ളം അവിടുന്ന് കുടിച്ചിട്ട് നേരെ നമ്മൾ വണ്ടിയിലോട്ട് കയറി. ഇപ്പം തന്നെ സമയം വൈകി, അതുകൊണ്ട് നേരെ പോയേക്കാന്ന് വെച്ചു. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ ഓഫ് റോഡിങ് തുടങ്ങുന്നത് കേട്ടോ. ഈ ലെഫ്റ്റ് കയറി പോകുന്നത് മുകളിൽ വരെ നല്ല ഫുൾ അടിപൊളി ഓഫ് റോഡാണ്. ഇനി നമുക്ക് കുറേ ഓഫ് റോഡ് അങ്ങ് ആസ്വദിച്ചേക്കാം. എന്തായാലും ഒരു സമയം എടുക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഇതേ കൂടെ ഉള്ളവന് വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്ന്. വണ്ടി ചെല്ലുന്നതിന് മുമ്പ് അവൻ എത്തണമെന്നൊരാഗ്രഹം. പിന്നൊന്നും നോക്കിയില്ല, അടുത്ത പറമ്പിലോട്ട് അങ്ങ് ചാടിക്കുക, നേരെ ക്രോസ് ചെയ്തേക്കാന്ന് വെച്ചു. അടിക്കാൻ തേയിലയാണോ അവിടെ നട്ടു വെച്ചേക്കുന്നത്? അങ്ങനെ അതെ വണ്ടി ഓവർടേക്ക് ചെയ്ത സന്തോഷമായി അവന്. എന്തായാലും അവൻ്റെ ആഗ്രഹമല്ല. നമ്മുടെ വാഹനം ഇതേ താഴേന്ന് കയറി വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കുറേ നേരം പുറത്തോടെ നടന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണം കാരണം കുറച്ച് നേരം വണ്ടി കയറിയേക്കാന്ന് വെച്ചു. വണ്ടിയിലിരുന്ന് ഓഫ് റോഡ് ആസ്വദിക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ വന്നത്. ഇത് നമ്മുടെ മെയിൻ സ്പോട്ടാണ് കേട്ടോ. ഉറുമ്പിക്കര എത്തുന്നതിന് തൊട്ട് മുമ്പ് താഴത്തെ വളവിൽ ഞങ്ങൾ ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് കുറേ നേരം അവിടെ ഇരിക്കും. കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോകാറുള്ളൂ. മിക്കവാറും ഇതിലെ വരുമ്പോൾ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. എന്താണോ നല്ല വേനലായതുകൊണ്ട് തോന്നുന്നു, വെള്ളമൊന്നുമില്ല. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നതേ ഈ 2 ബൈക്കുകാരെ കിട്ടി കേട്ടോ. അവരാണെങ്കിൽ ക്ഷീണിച്ച് തിരിച്ചു പോകാനുള്ള പ്ലാൻ ഇരുന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചൊന്ന് സഹായിക്കാവോ എന്ന്. പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. അവർ കർണാടകയിൽ നിന്ന് വന്ന റൈഡേഴ്സാണ്. ഇവനല്ല കേട്ടോ, ഇവൻ ഞങ്ങളുടെ കൂടെ ഉള്ള. അത്രയും പെട്ട് നിൽക്കുന്നവരെ സഹായിച്ചില്ലേ മോശമല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു. വണ്ടി എടുത്തിട്ട് എന്താ അഭിപ്രായം? നിന്റെ തരാൻ കാരണം ഈ ബൈക്ക് കൊണ്ടുള്ള ഓഫ് റോഡ് നമുക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്താവും ഒന്നും അറിയത്തില്ല. പിന്നെ എന്തായാലും വണ്ടി ഓടിച്ചേക്കാന്ന് വെച്ചു. നേരിങ് പോട്ടെ. വെളിയിൽ നിന്ന് ഇത് കാണുന്നവൻ എന്താണ്, സിമ്പിളല്ലേ. പക്ഷെ ഇതിൽ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴറിയത്തുള്ള അതിൻ്റെ ബുദ്ധിമുട്ട്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ, അഡ്വഞ്ചർ തന്നെ. എന്തായാലും ബൈക്കിൽ ഇത് ആദ്യമായിട്ടാണ്. എന്താ പറയാ? നമ്മൾ നമ്മുടെ ജീപ്പിലൊക്കെ കയറിപ്പോകുമ്പോൾ ഇതൊക്കെ എന്ത് വെറും സിമ്പിളാണ്. ബൈക്കിൽ കയറി ഇരുന്നപ്പോഴല്ലേ അതിൻ്റെ ടാസ്ക് മനസ്സിലായത്. ഇത് ഓടിക്കുന്നത് മാത്രമല്ല കേട്ടോ മടുക്കുന്നത്. ഞാൻ വീഴാതെ നോക്കുന്നതും എൻ്റെ പുറകെ വരുന്ന വീഴാതെ നോക്കുന്നതല്ല ഇവന്മാരാണ് തള്ളിക്കയറ്റാൻ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി മണ്ടക്കേട്ട് എന്താ അഭിപ്രായം? അടുത്ത വണ്ടി ഓടിക്കാൻ സത്താറിന്റെ പുത്രൻ മോനു. ചാക്കോ പടം ശർവ ശർവ ശർവ. മനസ്സിലേ എക്സ്പീരിയൻസ് പറ. ഒന്നുകൂടെ പറയണോ മഞ്ഞ്? എന്തൊരു കഷ്ടപ്പാട്. വീട്ടിൽ പണിയെടുക്കാൻ പറഞ്ഞാൽ മടിയുള്ളവന്മാരെ ഈ കിടന്ന് കാണിക്കുന്നത്. ഒന്നും പറയാനില്ല. ജിമ്മൻ
പോട്ടെ പോട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ഒരു എക്സ്പീരിയൻസ് കണ്ടില്ലേ? അൽമാന്റെ സീറ്റിയാണിത്. അങ്ങനെ 2 വണ്ടി ഒരു വെച്ച് തള്ളി മുകളിലെത്തിച്ചു. എന്തായാലും ഇവരുടെ കൂടെ വന്ന് മോളിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ ഇപ്പോഴാണ് എണീറ്റത്. എന്തായാലും കൂടെ വന്ന ഒരു ബൈക്ക് ഞാൻ തന്നെ ഓടിക്കേണ്ടി വന്നു. അവന് ജീപ്പ് ഇഷ്ടപ്പെട്ടു. അവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല. അവൻ പറയുന്നു കുട്ടിക്കാനം വരെ എങ്ങനെയും വണ്ടി എത്തിച്ചേരാനാണ് പറയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ തന്നെ അതെടുത്തു. ഇനി ഈ കർണാടകയിൽ നിന്ന് വന്ന റൈഡേഴ്സ് ജന്മം പോയാലും ഇതിലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സമയമൊക്കെ പോയതുകൊണ്ട് അധികം നേരം പിന്നെ നിന്നില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കുട്ടിക്കാനം എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായി നേരെ വണ്ടി എടുത്തു. അധികം ഒരിടത്തും പിന്നെ നിർത്താൻ നിന്നില്ല. വിളിക്കണ്ടായിരുന്നു. ഓഫ് റോഡ് ഓടിക്കാനുള്ള കൊതി അങ്ങ് കയറുന്നില്ല എനിക്ക്. ജീപ്പിൽ വന്ന് നമ്മളിപ്പോ ബൈക്ക് ഓടിച്ചു നടക്കുന്നു. എന്തൊരവസ്ഥ. ആദ്യമായിട്ട് ഒരുത്തൻ വണ്ടി നിന്ന് ഓടിച്ചു വണ്ടിയും കൊണ്ട് നടക്കുവാ ഒരുത്തൻ. ഓ നടക്ക്. വയസ്സിലെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?